ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കരിയർ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ PV സിന്ധു എന്ന് പറയുന്ന ആന്ധ്രാക്കാരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് എങ്ങനെയാണ് കോടികൾ സമ്പാദിച്ചതെന്നുള്ള കാര്യവും പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ചിത്രം ആരുടേതാണ്? എന്ത് ചോദ്യമല്ലേ! ഒരു മലയാളിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? ആർക്കാണ് ഇദ്ദേഹത്തെ അറിയാത്തത്? ഇദ്ദേഹം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയാണ്, നടൻ മമ്മൂട്ടി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രൊഫഷൻ എന്തായിരുന്നു അറിയോ? ഇദ്ദേഹം സിനിമാ നടനാകുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട് ഇവിടെ? യെസ്, ഒബ്വിയസ്ലി ഇദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു വക്കീലായിരുന്നു. 1979 ഇദ്ദേഹം എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB പാസ്സായി പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിന് ആ ഫീൽഡിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു. സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണമെന്നും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് കയറി വന്ന് മലയാള സിനിമയിൽ തന്നെ ഒരു തിളങ്ങുന്ന താരമായിട്ട് മാറുന്നുമായിരുന്നു മുഹമ്മദ് കുട്ടി എന്ന പേരുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം. എങ്കിലും തൻ്റെ പിതാവിൻ്റെ താല്പര്യത്തിന് മാത്രം വഴങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം LLB പഠിക്കാൻ തയ്യാറാവുന്നത്. ആ പഠനം പൂർത്തിയാക്കിയത് കൂടി അദ്ദേഹം നമ്മുടെ മഞ്ചേരി കോടതിയിലെ അറിയപ്പെടുന്ന ഒരു വക്കീലിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. നല്ല രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് ഇദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ വക്കീൽ ഗൗൺ ഊരി വെച്ചുകൊണ്ട് തൻ്റെ പാഷനായിട്ടുള്ള അഭിനയത്തിന് പുറകെ പോകുന്നത്. താൻ മനസ്സിൽ കണ്ട ആ ഒരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടി താൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ആ ഒരു ബിരുദം പോലും വേണ്ടെന്ന് വെച്ച് ആ ഒരു വക്കീൽ ഗൗൺ പോലും അഴിച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം സിനിമയ്ക്ക് പുറകെ അഥവാ തൻ്റെ പാഷന് പുറകെ പോവുകയാണ്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടായാലും സിനിമയിൽ ഒരു ചെറിയ ചാൻസ് നേടിയെടുത്ത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കയറി വന്ന് ഇന്ന് മലയാളത്തിൻ്റെ തന്നെ മെഗാസ്റ്റാറായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി അദ്ദേഹം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. 1980കളുടെ തുടക്കത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വക്കീലാവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു IAS പരീക്ഷ പാസ്സായിട്ട് കളക്ടർ ആവുന്നതിന് തുല്യമായിരുന്നു അല്ലേ? അന്നൊക്കെ വക്കീലന്മാർക്ക് സമൂഹത്തിൽ ഭയങ്കര നിലയും വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് LLB പാസ്സായി പുറത്തിറങ്ങി മഞ്ചേരി കോടതിയിൽ ആ നാട്ടിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വക്കീലിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങനെ കത്തിക്കയറി ഇങ്ങനെ തിളങ്ങി വരുന്നൊരു സമയത്താണ് അദ്ദേഹം ഒരു വലിയൊരു റിസ്ക് എടുക്കുന്നത്. അദ്ദേഹം ആ വക്കീൽ ജോലി ഉപേക്ഷിച്ച് തൻ്റെ പാഷന് പുറകെ പോകുന്നത്. ഒരുപക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കൂടിപ്പോയാൽ മഞ്ചേരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു വക്കീലോ ഒരു മജിസ്ട്രേറ്റോ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ അവസാനിച്ചു പോകുമായിരുന്നു. ഇന്ന് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മെഗാസ്റ്റാറായി മാറാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ ഇറങ്ങിത്തിരിക്കാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റമാണ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറാക്കി മാറ്റിയത്. അപ്പോൾ പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരു വലിയൊരു തീപ്പൊരിയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വളരാനുള്ള ആഗ്രഹത്തെ ആളി കത്തിക്കുകയും ആ ഒരു മേഖലയിൽ വളർന്നു കയറി നല്ല രീതിയിൽ പച്ച പിടിക്കാനുള്ള ഒരു വളമായി തീരുകയും ചെയ്യും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനോടുള്ള പാഷൻ എനിക്കുണ്ടോയെന്നാണ്. അതൊരു ബിസിനസ് ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആ ഫീൽഡിൽ എനിക്ക് താല്പര്യമുണ്ടോ, അവിടെ പിടിച്ചു നിന്ന് ഇടിച്ച് കയറി വരാനുള്ള ഒരു ത്രാണി എനിക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മേഖലയോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു അഭിനിവേശം ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും, നിങ്ങളുടെ കുട്ടികൾക്കോ മറ്റു വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു കോഴ്സ് തീരുമാനിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ആ വ്യക്തിക്ക് ആ കോഴ്സിനോട് താല്പര്യമുണ്ടോ, വെറുമൊരു താല്പര്യമല്ല, ആ താല്പര്യത്തിൽ കവിഞ്ഞ ഒരു പാഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് പാഷൻ ഇല്ലാത്തൊരു പ്രൊഫഷൻ്റെ പുറകെ നിങ്ങൾ പോവരുത്. പോയാൽ നിങ്ങൾക്ക് അവിടെ കാലിടറി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഫൈറ്റ് ചെയ്തത് കൊണ്ട് അത് പഠിച്ച് സ്തുത്യർഹമായ മാർക്കോട് കൂടി പുറത്തിറങ്ങി വരാൻ ഉള്ള ഒരു ആർജവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അത് നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക. അപ്പോൾ ഇനിയും തങ്ങളുടെ പാഷൻ കൈമുതലാക്കിക്കൊണ്ട് തങ്ങളുടെ കർമ്മ മേഖലയിൽ വിജയിച്ചു വന്ന ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.